അങ്ങനെ SNDP പ്രസ്ഥാനം ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, അടിച്ചമർത്തപ്പെടുന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രസ്ഥാനമായി മാറി. അതിൻ്റെ ബൈലയിൽ പോലും ഏത് മതത്തിലോ സമുദായത്തിലോ പെട്ടവർക്ക് അതിൽ അംഗമാകാമെന്ന് കാണിച്ചിട്ടുണ്ട്. ആ ബൈലയൊന്നും തിരുത്തിയിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനാൽ സ്ഥാപിക്കപ്പെട്ട മഹത്തായിട്ടുള്ള ഈ യോഗത്തിൻ്റെ രജിസ്ട്രേഷൻ പോലും 2005, 2011 കാലത്ത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. രജിസ്ട്രേഷൻ പുതുക്കിയില്ല. ഭാരവാഹികളാകാൻ മത്സരിച്ച് കസേരയിൽ നിന്നവർക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ SNDP യോഗത്തിൻ്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയായി. അപ്പോൾ കുറേ കാലം രജിസ്ട്രേഷൻ ഇല്ലാതിരുന്നു. പക്ഷെ അത് കണ്ടുപിടിക്കുമെന്നായപ്പോൾ 2014, 2021 ഗവൺമെൻറ് കാലത്ത് ഞാനത് രജിസ്ട്രേഷൻ മന്ത്രി കൂടിയായില്ല, അതിന് PWD മന്ത്രിയാണ് മാത്രമാണ് പറയുക. രജിസ്ട്രേഷൻ മന്ത്രിയായ എന്നോട് അതിൻ്റെ കരുനാഗപ്പള്ളിയിലുള്ള കുറേ ഭാരവാഹികൾ വന്നല്ലേ ഒരു നിവേദനം തരികയും രജിസ്ട്രേഷൻ പുതുക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചാണ് കത്ത് തരികയത്. ഞാൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. ഗവൺമെൻറ് ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഫൈൻ അടച്ച് രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയം കഴിഞ്ഞു പോയി. എങ്കിലും അഡീഷണൽ ഫൈൻ വാങ്ങി അത് ഞാൻ പുതുക്കി കൊടുത്തു. എനിക്കിവിടെ സന്തോഷപൂർവ്വം അത് ഓർമ്മിക്കാൻ കഴിയും. മഹാനായ ഗുരു സ്ഥാപിച്ച ആ മഹത്തായിട്ടുള്ള സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ, ഒരു വിപ്ലവ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ ഭാരവാഹികളുടെ അനാസ്ഥ കാരണം നഷ്ടപ്പെട്ടു പോയത് പിന്നീട് വന്ന ഭാരവാഹികൾ കണ്ടുപിടിച്ച് അത് തിരുത്താൻ ഗവൺമെൻറ് കഴിഞ്ഞു. അങ്ങനെ തിരുത്തുന്ന സമയത്ത് ആ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിക്കാൻ കഴിഞ്ഞു, അതിന് ഉത്തരവിടാൻ കഴിഞ്ഞു. സന്തോഷപൂർവ്വം ഞാൻ പറയാം.